ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുന്നത് ഒരു പറ്റം ജിന്നുകൾ കേട്ടു. ജിന്നുകൾ കേട്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് തൻ്റെ സമുദായത്തിലേക്ക്, തൻ്റെ വർഗ്ഗങ്ങളിലേക്ക് അവർ പോയിട്ട് എന്ത് ചെയ്തു? ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു എന്നാണ്, ഓതി കൊടുത്തു. ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വഇലാ ത്വരീഖിൻ മുസ്തഖീം. തൗറാത്തിന് ശേഷം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്തിന് ശേഷം അതുപോലെ സമാനമായ സത്യത്തിലേക്ക് നയിക്കുന്ന ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് ജിന്നുകൾ, മുസ്ലിമീങ്ങളായ ജിന്നുകൾ മറ്റുള്ള ജിന്നുകളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, ജിന്നുകളിൽ നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളുണ്ട്. ചീത്തയായ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഷെയ്ത്താന്മാർ എന്ന് പറയാം. ചീത്തയായ ജിന്നിലെ ആളുകളെ കുറിച്ചാണ് ഷെയ്ത്താന്മാർ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഷെയ്ത്താനിൽ നിന്ന്, ശപിക്കപ്പെട്ടവനായ പിശാചിൽ, മിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൽ നിന്ന്. ബില്ല, ബില്ല എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട്, അള്ളാഹു. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട്, മനസ്സിലായോ? അഊദ് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? രക്ഷ തേടുന്നു, അഥവാ ശരണം തേടുന്നു അല്ലേ? അപ്പോൾ എന്താവും അർത്ഥം? ഞാൻ പറഞ്ഞിരിക്കണു. എവിടെ നിന്നാണ് അർത്ഥം വെക്കേണ്ടി? ബാക്കിൽ നിന്നാണ് അർത്ഥം വെക്കേണ്ടത് അല്ലേ? ശപിക്കപ്പെട്ടവനായ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. അറബി ഭാഷ അർത്ഥം വെക്കേണ്ടത് പിന്നെന്നാണ്, മനസ്സിലായല്ലേ? ശപിക്കപ്പെട്ടവനായ ഷെയ്ത്താനിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ശരണം തേടുന്നു. ഇനിയോ അടുത്ത ആയത്ത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ആയത്തല്ല, ഏത് അഊദ് ആയത്തല്ല, ബിസ്മി ആയത്താണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാനത് ഫോട്ടോ എടുത്ത് തുറന്നു കേട്ടോ, ഹർമ്മ പോയപ്പോൾ നിങ്ങൾക്ക് മറ്റേ മുസഫ് കാണിച്ചു തരാനേ. ഞാൻ കാണിച്ചു തരാം, ഇതിലുണ്ട്, ക്യാമറയിൽ പോയാലുണ്ട്. അത് നോക്കി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള അർത്ഥ വ്യത്യാസം? പരമകാരുണ്യകനും കരുണാനിധിയുമായ എന്ന് നമ്മൾ പറയും. പക്ഷേ ഇതിനൊരു അർത്ഥം ഉണ്ടല്ലോ, നമ്മളൊരു വിശദീകരണം ഉണ്ടല്ലോ. ആ വിശദീകരണം എന്ത് ചെയ്യുന്നു? അതെ, റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് രണ്ടർത്ഥങ്ങൾ പറഞ്ഞേക്കണേ. റഹീം എന്നതിനും രണ്ടർത്ഥങ്ങൾ പറഞ്ഞേക്കണേ. ഒന്നാമത്തെ റഹ്മാൻ എടുക്കുക. റഹ്മാനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ അർത്ഥം കരുണ നിറഞ്ഞവൻ. അതെ, അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. അത് വർഷിൻ്റെ റിവായത്താണ് കേട്ടോ. നിങ്ങൾ ഹർമ്മ പോയാൽ കുറേ പല ആളുകളും ചോദിക്കും എന്താ ഇവിടെ ബിസ്മി ഓർക്കനോ അതാത്തെന്നൊക്കെ. അതിനുള്ള മറുപടിയാണ്, വർഷിൻ്റെ ഖിറാഅത്തിൽ അൽഹംദുനാണ് ഒന്നാമത്തെ ഇതിട്ടിക്കണത്, കണ്ടാ? ശരിയല്ലേ? അപ്പോൾ അതിലൊന്നും വെറുതെ തർക്കിക്കാൻ നിൽക്കണം. തർക്കം പരമാവധി നമ്മൾ ഒഴിവാക്കണം വേണ്ട. ഏത്? അല്ല, അത് ഹഫ്സിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഓതണമൊക്കെ. നമ്മൾ ജസീറത്തുൽ അറബിലുള്ള ആളുകളൊക്കെ ഹഫ്സിൻ്റെ ഖിറാഅത്താണ്. ഇത് വർഷിൻ്റെ ഖിറാഅത്താണ്. ജസായിരികളൊക്കെ ഇതാണ് ഓതുക, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കണ്ട. ഇപ്പോൾ ബിസ്മി ഓതണല്ലോ, വലിയ ബിസ്മി കട്ട് മുറിച്ചെന്നൊന്നും പറയണ്ട. ഹറമിലെ ഇമാമുമാരാണ്, അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരാണ്. ഞാൻ 2 നാട്ടിലെ പണ്ഡിതന്മാരുടെ കീഴിലും പഠിച്ചിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇവിടെ ബോധ്യപ്പെട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ പണ്ഡിതന്മാർക്ക് അവർ ഒരുപാട് ഹദീസുകളും അതുപോലത്തെ ഗ്രന്ഥങ്ങളും ഹിഫ്ളുള്ളവരാണ്. ഇവിടുത്തെ ഒരു ചര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ ഇൽമു ഹിഫ്ളുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനപ്പാടാക്കിയതാണ്. എപ്പോൾ ചോദിച്ചാലും ഉണ്ടാകും, അതവിടെ അനങ്ങാതെ ഉണ്ടാകും. ഇവിടുത്തെ പണ്ഡിതന്മാർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഒരു വിഷയം, ഒരു മസ്അല നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ പോലെ ഹിഫ്ൾ ഇങ്ങനെ എടുത്തെടുത്ത് പറയും. അത്രയും റസാഹത്തുള്ള പണ്ഡിതന്മാരാണ് ഹറമിലൊക്കെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ഞാൻ പറയരുത്. അവരൊക്കെ വലിയ വലിയ ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ അറിവില്ലാത്തതിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, ഒരാളെയും ആക്ഷേപിക്കരുത്. അതൊക്കെ ദീനിൽ എന്തെങ്കിലും ഉണ്ടാകും, ഓല് ചെയ്യുമ്പോൾ അതിനൊരു വകുപ്പ് ഉണ്ടായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വേണം. അറിവുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം, അതൊക്കെ നമ്മളെ ഭാഗമാണ്. ഇനി നോക്കി, കരുണ നിറഞ്ഞവൻ. അപ്പോൾ റഹീം എന്നതിനോ? റഹീം എന്നതിന് രണ്ടർത്ഥം പറഞ്ഞു. റഹ്മാൻ എന്നതിന് കരുണ നിറഞ്ഞവനാണ് എന്നുണ്ടെങ്കിൽ, റഹീം എന്ന് പറഞ്ഞാൽ കരുണ ചൊരിയുന്നവൻ എന്നാണ്. എന്താ ഇതിൻ്റെ അർത്ഥവ്യത്യാസം? നമ്മൾ പറഞ്ഞു, ഒരു പൈസക്കാരൻ, അയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, പക്ഷെ സ്വതക്ക് കൊടുക്കൂല. അള്ളാഹിൻ്റെ പ്രത്യേകത എന്താ?
കരുണ ഉള്ളവനാണ്, അതോടൊപ്പം കരുണ കൊടുക്കണവനാണ്. എടുത്തേക്കൂല, കരുണ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എടുത്തേക്കൂല, കരുണ വാരി കോരി കൊടുക്കും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഹദീസുകൾ വെച്ചിട്ട് പറഞ്ഞു നമ്മൾ. ഇനി രണ്ടാമത്തെ റഹ്മാൻ എന്ന അർത്ഥത്തിന് ഒരു വിശാലമായ അർത്ഥം, മറ്റൊരർത്ഥം നമ്മൾ പറഞ്ഞു. ഇതൊക്കെ പൂർവ്വകാല പണ്ഡിതന്മാർ പറഞ്ഞ അർത്ഥങ്ങളാണ്. റഹ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ, അഥവാ അള്ളാഹുവിനെ വഴിപ്പെടുന്നവനെന്നോ വഴിപ്പെടാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ കരുണ കൊടുക്കുന്നവൻ. അള്ളാഹിനെ കുറ്റം പറയുന്ന, ദീനില്ല എന്ന് പറയുന്ന, ഇത് സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഓലും ഇവിടെ വെള്ളം കുടിച്ച് പോകുന്നുണ്ട്, ഓലും ഇവിടെ വാഴ ശ്വസിച്ച് പോകുന്നുണ്ട്, ഓലും ഇവിടെ നല്ല ഉഷാറിൽ ജീവിച്ചു പോകുന്നുണ്ട്. ഓല് സംസാരിക്കുന്നത് അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ്. ഇതൊക്കെ അവർ ചെയ്യുന്നു അല്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ പ്രത്യേകത മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ കരുണ ചൊരിയുന്നവൻ. മനസ്സിലായോ? അതാണ് റഹ്മാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അതുകൊണ്ട് തന്നെ റഹ്മാൻ എന്ന പേര് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇടാൻ പാടില്ല. നമ്മൾ പറഞ്ഞിരുന്നു റഹ്മാനുൽ യമാമ. ആരാ? മുസൈലിമ എന്ന് പറയുന്ന ഒരാൾ, അയാൾ സ്വന്തത്തെ ഞാനാണ് റഹ്മാൻ എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിമീങ്ങൾ അവർക്കെതിരെ യുദ്ധം ചെയ്ത് കൊന്നുകളഞ്ഞു. വഹ്ശിയാണ് കൊന്നത് റളിയല്ലാഹു അൻഹു. ഇനി റഹ്മാൻ എന്നതിന് മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും ഒരുപോലെ കരുണ ചൊരിയുന്നവൻ. അപ്പോൾ റഹീമിന് എന്തേക്കാരം അർത്ഥം? മുസ്ലിമീങ്ങൾക്ക് സ്പെഷ്യലായി ചില കരുണകളുണ്ട്. അത് ഏതൊക്കെയാണ്? ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആളാണോ അയാൾക്ക് ഏത് പ്രയാസത്തു നിന്ന് ഒരു പോംവഴി അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കുന്നതാണ്. മനസ്സിലായില്ല? അതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ മലയുടെ മുകളിലാണ്. ശത്രുക്കൾ വാളുമായിട്ട് കൊല്ലാൻ വേണ്ടി വന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിച്ചു. ഇന്നല്ലാഹ മഅനാ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെ ഉണ്ടാകും, ലാ തഹ്സൻ, അതുകൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതൊക്കെ അത്തരത്തിലുള്ള സഹായവും കരുണയും ഒക്കെ ഒരു മുസ്ലിമിന് മാത്രം കിട്ടുന്നതാണ്. ഒരു മുസ്ലിമിന് മാത്രം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സ്വർഗത്തിലൊരു കാഫിറിന് അള്ളാഹു സുബ്ഹാനഹു വതആല പിടിച്ചു പറ്റുമോ? അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനാണ്, മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ വേർതിരിവില്ലാതെ കരുണ ചൊരിയുന്നവനാണെന്ന് പറഞ്ഞിട്ട് കാഫിർ സ്വർഗത്ത് പോകുമെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രത്യേകത മുസ്ലിമീങ്ങൾക്ക് മാത്രം ചില കാരുണ്യങ്ങൾ ചൊരിയുന്നവനാണ്. മനസ്സിലായില്ലേ? അതും അള്ളാഹിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ അർത്ഥം വെച്ചോളി. ഇത് വെച്ചിട്ട് വെച്ചോളി. കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ അള്ളാഹുവിൻ്റെ ഇസ്മ എന്താ? നാമം. ബി കൊണ്ട് നമ്മളിവിടെ എഴുതിയില്ലേ? അപ്പം നോക്കി, കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് ഞാനിതാ എൻ്റെ ഖുർആൻ പാരായണം തുടങ്ങുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനിയോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്തെയ്യുന്ന അർത്ഥം? നമ്മൾ 3 ക്ലാസ് കൊണ്ടാണ് ഇതൊക്കെ പഠിച്ചില്ലേ? നോക്കി, എന്താ ഹംദ് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, അതാണ് അതിൻ്റെ ഹംദ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു അതിൻ്റെ ഒരു വിവക്ഷ? സ്തുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹിനെ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ച് നല്ലത് പറയാം. അള്ളാഹ് ഇപ്പോൾ റഹ്മാനാണ് റഹീമാണെന്ന് പറഞ്ഞു, ഇതൊരു സ്തുതിയാണ്. അള്ളാഹിനെ കുറിച്ച് നല്ലത് പറയാം, അതൊക്കെ ഹംദിൽ പെട്ടു. അപ്പോൾ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? സ്തുതി എന്ന് പറയുന്നത് സർവ സ്തുതികൾ, അഥവാ എല്ലാ സ്തുതികളും. ലില്ലാ എന്താ? അള്ളാഹുവിനാകുന്നതല്ല, അള്ളാഹുവിന് മാത്രമാകുന്നു എന്നാണ്. ലീ പ്ലസ് അള്ളയാണ് ലില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അള്ളാഹുവിന് മാത്രം റബ്ബ് പറഞ്ഞാൽ എന്താ? അള്ളാഹു ആണ് സ്രഷ്ടാവ്, അള്ളാഹു ആണ് ഉടമസ്ഥൻ, അള്ളാഹു ആണ് എല്ലാം നിയന്ത്രിക്കുന്നത്. ഇതൊക്കെ ഈ റബ്ബ് എന്നതിലെ അർത്ഥത്തിൽ വരും. പടിപടിയായി ഘട്ടം ഘട്ടമായി യോജിച്ച രൂപത്തിൽ സൃഷ്ടികളെ വളർത്തുന്നവനാണ് അവൻ. ആണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് രക്ഷിതാവ് എന്ന് പറയാം അല്ലേ? രക്ഷിതാവ്. അൽ ആലം എന്ന് പറഞ്ഞാൽ എന്താ? മാ സിവൽ ബാരി, അള്ളാഹു അല്ലാത്തതൊക്കെ ആലമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ലോകർ. അപ്പോൾ എന്താ ഈ അർത്ഥം? ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാ സ്തുതികളും. മനസ്സിലായില്ലേ? ഇതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ്റെ അർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയോ അർ-റഹ്മാൻ റഹീം എന്തേന്ന് അർത്ഥം? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മുകളിൽ? അഥവാ കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ
ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു സകല സ്തുതികളും. അഥവാ ഇതിൻ്റെ അർത്ഥം ഈ ആയത്തിലേക്ക്, ഈ ഹംദിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. മനസ്സിലായില്ല? ഉദാഹരണത്തിന് ഇതിന് ശേഷമാണല്ലോ ഇപ്പോൾ ഈ ആയത്തിന് ശേഷമാണ് ഈ ആയത്ത്. ഇതെങ്ങനെ അർത്ഥം വെക്കേണ്ടത്? കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എല്ലാ സ്തുതികളും. മനസ്സിലായല്ലേ? ഇനി അടുത്ത ആയത്തും പിന്നെ ആയത്തിൻ്റെ അർത്ഥവും മടങ്ങി പോകുന്നുണ്ട്. എന്താണ്? മാലിക് യൗമിദ്ദീൻ. മാലിക് യൗമിദ്ദീൻ എന്താണ് ഇതിൻ്റെ അർത്ഥം? യൗമുദ്ദീൻ, അദ്ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നതിന് നമ്മൾ ദീനെന്ന്, അവനൊന്നും ദീനില്ലാത്തവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാത്തവനും നിസ്കാരമില്ല നിലവാരമില്ല അങ്ങനെ പോണവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ദീന് രണ്ടാമതൊരർത്ഥമുണ്ട്, പ്രതിഫലം എന്നർത്ഥമുണ്ട്. ജസ, പ്രതിഫലം. യൗമ പറഞ്ഞു കഴിഞ്ഞാലോ ദിവസം, മാലിക്കോ ഉടമസ്ഥൻ. മനസ്സിലായോ? അപ്പം എങ്ങനെ അർത്ഥം വെക്കാൻ നോക്കിക്കോളി. എന്താണ് പ്രതിഫല ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസത്തിൻ്റെ ഉടമസ്ഥനല്ല. നമ്മൾ പറഞ്ഞിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ ഉടമസ്ഥനാരാ? അള്ളാഹു. ഇന്നലത്തെ ദിവസത്തിൻ്റെ ഉടമസ്ഥനാരാ? ഇനി ലോകത്ത് സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളുടെ ഉടമസ്ഥനാരാ? അള്ളാഹു. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫല ദിവസം എന്ന് പറഞ്ഞത്? പ്രതിഫല ദിവസം എന്ന് പറഞ്ഞാൽ അന്ത്യനാൾ എന്നാണ്. അന്ത്യനാളിൻ്റെ ഉടമസ്ഥൻ എന്ന് അള്ളാഹിനെ കുറിച്ച് അള്ളാഹു പറയാനുള്ള കാരണം എന്താ? വേറൊരു ദിവസം പറയാതെ, എല്ലാ ദിവസങ്ങളുടെയും ഉടമസ്ഥനായ എന്ന് പറയാതെ അന്ത്യനാളിൻ്റെ ഉടമസ്ഥൻ എന്ന് മാത്രം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാനുള്ള കാരണം എന്താ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ. അന്നേ ദിവസം ഒരാൾക്കും ഒരു ഉടമസ്ഥാവകാശം ഉണ്ടാവില്ല. പ്രവാചകന്മാരാകട്ടെ, ഔലിയാക്കളാകട്ടെ, മലക്കുകളാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, ജിന്നുകളാകട്ടെ, ആർക്കും അന്നേ ദിവസം ഒരു ഉടമസ്ഥാവകാശം ഉണ്ടാകില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തക്വീറിൽ വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ. യൗമുദ്ദീൻ എന്നാൽ എന്താണ് പ്രവാചകരെ എന്ന് അങ്ങേക്കറിയാമോ? യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. അന്നേ ദിവസം തന്നെ ഒരാൾക്കും ഒരു ഉടമസ്ഥാവകാശമില്ല. അന്നത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നോക്കി നിങ്ങൾ ഇതെങ്ങനെ അർത്ഥം വെക്കുക? പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥനായ, കരുണ ചൊരിയുന്നവനായ, കരുണ നിറഞ്ഞവനായ, ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു സകല സ്തുതികളും. അപ്പോൾ ഈ 3 ആയത്തുകൾ കണക്റ്റഡാണ്. അർത്ഥം ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഇനി എന്താ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പറഞ്ഞു അല്ലേ, ഞാൻ പറഞ്ഞില്ല ഇതിനിപ്പോൾ ഏകദേശം നമ്മളൊരു ഒരു അൽ ബാഹിസുൽ ഖുർആനി എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആപ്പിൽ 18 തഫ്സീറുകളുണ്ട്. 18 തഫ്സീറുകൾ. നമുക്കൊരു ആയത്തിൻ്റെ തഫ്സീർ നോക്കണം. പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ. ആയത്തിൻ്റെ തഫ്സീർ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ആയത്തിൻ്റെ തഫ്സീർ ഓരോ മുഫസ്സിരീങ്ങളും പൂർവ്വകാലത്തെ പണ്ഡിതന്മാർ എന്തൊക്കെയാണ് ആയത്തിന് പറഞ്ഞത് എന്ന് നമുക്ക് ഒറ്റ ക്ലിക്കിലെല്ലാം കിട്ടും. മനസ്സിലല്ലേ? ഇന്ന് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരേ ഒരു അർത്ഥമാണ്. എന്താണ്? അറബി ഭാഷയിൽ നമ്മൾ പറഞ്ഞു ക്രിയ, കർത്താവ്, കർമ്മം. ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസിൻ്റെ ഓർഡർ. ആദ്യം ക്രിയ പറയും, ചെയ്ത കാര്യം. ഇംഗ്ലീഷിൽ വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. ചെയ്ത കാര്യം പറയും. പിന്നെ കർത്താവിനെ പറയും, ഫായിലിനെ പറയും, ചെയ്ത ആളെ പറയും. പിന്നെ ചെയ്യപ്പെട്ട കാര്യം പറയും. അപ്പം ഖത്തല മുഹമ്മദുൻ സെയ്ദൻ, സെയ്ദിനെ മുഹമ്മദ് കൊന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷയിൽ അതിൽ ഖത്തല എന്ന് പറയാം. ഖത്തല കൊന്നു. പിന്നെ മുഹമ്മദുൻ കൊന്ന ആളെ പറയും. പിന്നെ സെയ്ദൻ ആരെയാണോ കൊന്നത് ആ ആളെ പറയും, മഖ്തൂലിനെ പറയും, മഫ്ഊലിനെ പറയും. മനസ്സിലായില്ലേ? ഇതാണ് അറബി ഭാഷയുടെ ശൈലി. എന്നാൽ ഈ ഭാഷയിലെ ശൈലിയിൽ ഒരു മാറ്റം വരുത്തും. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാലത്. ഒരു മാറ്റം വരുത്തും. എങ്ങനെ? ഈ ഒബ്ജക്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരും. ഒബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് സബ്ജക്റ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തെ ക്രിയയുടെ മുന്നിൽ കൊണ്ടുവരും. കർമ്മം, ക്രിയ, കർത്താവ് എന്നുള്ള രൂപമാവും. പിന്നെ ആ രൂപമാണ് ഇവിടെ. ഇത് വെറുതെ കൊണ്ടുവരണമല്ല. നഅ്ബുദുക എന്ന് പറഞ്ഞാൽ മതി അള്ളാഹ്ക്ക്. നഅ്ബുദുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും
ഈ നഅ്ബുദുക എന്ന് പറഞ്ഞാൽ എന്താ? നഅ്ബുദു പറഞ്ഞാൽ എന്താ? ഇബാദത്ത്. ഇബാദത്ത് പറഞ്ഞാൽ എന്താ? ആരാധന. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ക നിന്നെ. അള്ളാഹിനെ കുറിച്ചിട്ട് ആരാധിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പം എന്തായി? ക്രിയ, ഇതിൽ കർത്താവുണ്ട്, കർമ്മം വന്നു അല്ലേ? കർമ്മം ഇവിടെ വന്ന് ലാസ്റ്റാണ് വന്നത് അല്ലേ? ഈ ഓർഡറിലല്ല വന്നത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഇതിനെവിടെ പറയാതെ ഇതിനെ ഇയ്യാക്ക എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കൊണ്ടുവന്നു. ഇയ്യാക്ക നഅ്ബുദു. ഇതെന്തിനാണ് കൊണ്ടുവന്നത്? മാത്രം എന്ന അർത്ഥം കിട്ടാനാണ്. തഫ്സീറുൽ ജലാലൈനിലൊക്കെ നോക്കി നമുക്ക് കാണാൻ സാധിക്കും, മാത്രം എന്ന അർത്ഥം കിട്ടാൻ. മനസ്സിലായല്ലേ? അപ്പോൾ എന്താ അർത്ഥം വരിക? ഇയ്യാക്ക നിന്നെ മാത്രം. നഅ്ബുദു എന്തായിരുന്നു? ഞങ്ങൾ ആരാധിക്കുന്നു അല്ലേ? അതിൽ കർത്താവുണ്ട് കേട്ടോ ഇല്ലേ? ഞങ്ങൾ ആരാധിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ആരാധിക്കുന്നത്? ഞങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ എന്താണ്? കർത്താവാണ്. അതുപോലെ തന്നെ വ എന്നുള്ളത് ആൻഡ് എന്നുള്ള അർത്ഥത്തിനാണ്. ആരാധിക്കുകയും എന്ന് പറയില്ലേ? വ ഇയ്യാക്ക നസ്തഈൻ. നസ്തഈനുക എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്താ നസ്തഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇസ്തിആന. നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹായം ചോദിക്കുന്നു, സഹായം ചോദിക്കുന്നു അല്ലേ? ഞങ്ങൾ സഹായം ചോദിക്കുന്നു. എന്താ ഇയ്യാക്ക നസ്തഈനുക നിന്നോട് എന്നുള്ളത് ഇവിടെ പറയാതെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്താ? എന്തർത്ഥം കിട്ടാനാ? മാത്രം എന്നർത്ഥം കിട്ടാൻ. അപ്പം നിന്നെ മാത്രം, അല്ലെങ്കിൽ നിന്നോട് മാത്രം. മനസ്സിലായ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹൈബ്രു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പണ്ഡിതൻ, റഈസുൽ മുഫസ്സിരീൻ, മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരൻ്റെ പുത്രൻ, വലിയ സഹാബി പണ്ഡിതൻ. അദ്ദേഹം ചെറിയ കുട്ടിയാകുമ്പോൾ എടുത്ത് വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. ഇദാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുന്നു എങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക. വ ഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം ചോദിക്കുന്നു എങ്കിൽ അള്ളാഹിനോട് മാത്രം സഹായം ചോദിക്കുക. മനസ്സിലായില്ലേ? അത് ഈ ഒരു ദിനം വിശദീകരിക്കുന്നതാണ്. പണ്ഡിതന്മാരൊക്കെ ആ ഹദീസ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ എടുത്തു കൊടുക്കണ കാണാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? പറഞ്ഞോളി. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, അപ്പോൾ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. മനസ്സിലായല്ലേ? ഇനി അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഇതിൽ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചോദിക്കണം സഹായത്തേട്ടങ്ങൾ ഇതിൽ വരൂലെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പറഞ്ഞതാണ്. ആയത്തുകൾ എഴുതി സമർത്ഥിച്ചതാണ് ഇൻഷാ അല്ലാഹ്. ഇനിയോ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, പിന്നെ എന്തെയ്യുന്നു? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദിവസം 17 തവണ നിർബന്ധമായും ഒരു മുസ്ലിം ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു. ഈ ഫാത്തിഹയിൽ ഒറ്റ പ്രാർത്ഥനയാണ് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം അള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഓപ്ഷൻ തന്നില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ നിർബന്ധമായും 17 വട്ടം പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന അള്ളാഹു നമുക്ക് സെലക്ട് ചെയ്തു. അത് മാറ്റാൻ നമുക്ക് അധികാരമില്ല അല്ലേ? ഒരു ഫാത്തിഹ ഓതുമ്പോൾ തന്നെ ഓതണ്ടേ? ആ പ്രാർത്ഥന എന്താണ്? അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എന്താ അതിൻ്റെ അർത്ഥം? മുസ്തഖീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വായ, നേരായ. സിറാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാത അല്ലേ? നാളെ ഒരു സിറാത്ത് ഉണ്ടല്ലോ. ഏതാ സിറാത്ത്? ജിസ്റുൻ അലാമത്തിനി ജഹന്നം, നരകത്തിൻ്റെ മുകളിൽ ഒരു പാലം സ്ഥാപിക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ അദഖു മിനശ്ശഅറ, മുടിയേക്കാൾ നേർത്തതാണ്. വ അഹദ്ദു മിനസ്സൈഫി, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ആ സിറാത്ത് പാലം. അതിലൂടെ വേണം മുസ്ലിം. വ ഇമ്മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിലാരും തന്നെ അതിൻ്റെ മുകളിലൂടെ പോവാതെ ഇരിക്കൂല എന്ന് വിശ്വാസികളോട് പറയണം. എല്ലാവരും അതിലൂടെ പാസ് ചെയ്തിട്ട് വേണം സ്വർഗത്തിലേക്ക് എത്താൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആ സിറാത്ത് വേറെയാണ്. ഇവിടെ മാർഗം, പാത എന്നതിനൊക്കെയാണ് സിറാത്ത് എന്ന് പറയുന്നത്. ഇഹ്ദിന എന്താണ്? നീ ഞങ്ങളെ നയിക്കണമെന്ന് പറയാം, വഴി നടത്തണമെന്നും പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെയാണ്? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പ്രാർത്ഥനയുടെ ഒരു മര്യാദയാണ്. മണ്ടിപ്പോയി അള്ളാഹിനോട് പ്രാർത്ഥിക്കല്ല. അള്ളാഹിനെ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രാർത്ഥന ഇവിടെ പഠിപ്പിച്ചു തന്നു അല്ലേ? എന്തൊക്കെയാണ് അള്ളാഹു പഠിപ്പിച്ചു തന്നത്? ആദ്യം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ,
അള്ളാഹ്ക്ക് എല്ലാവിധ അള്ളാഹിനെ കുറിച്ച് നല്ലത് പറഞ്ഞു. നമ്മൾ അള്ളാഹിനെ സ്തുതിച്ചു. അർ-റഹ്മാൻ റഹീം അള്ളാഹിൻ്റെ 2 നാമങ്ങളാണ്. ആ നാമങ്ങൾ അള്ളാഹിനോട് എടുത്തു പറഞ്ഞു. മാലിക് യൗമിദ്ദീൻ ഒരു ദിവസത്തിൻ്റെയും ഒരു ദിവസം ആർക്കും ആ ദിവസത്തിൽ ഉടമസ്ഥാവകാശമില്ല, പക്ഷെ നിനക്കാണ് പടച്ചോനെ ആ ദിവസത്തിൻ്റെ ഉടമസ്ഥാവകാശം. അള്ളാഹിനെ കുറിച്ച് നല്ലത് പറഞ്ഞു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ അള്ളാഹും അവനും തമ്മിലുള്ള കരാർ എടുത്തു പറഞ്ഞു. എന്നിട്ടാണ് നമ്മളൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. നോക്കി നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കുവാൻ, അത് മൂർച്ച കൂടുവാൻ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹിൻ്റെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഹറമിൽ പോകുമ്പോൾ ഈ കുനൂത്തിലൊക്കെ പണ്ഡിതന്മാർ റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹിനെ ഒരുപാട് നേരം പുകഴ്ത്തിക്കൊണ്ടാണ്, പിന്നെയും കുറച്ച് കഴിഞ്ഞാലാണ് ആമീൻ ആമീൻ എന്ന് പറഞ്ഞ ഒച്ച നമ്മൾ കേൾക്കൽ. അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് ഈ മര്യാദ കാത്തു സൂക്ഷിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അള്ളാഹിനെ കുറിച്ച് പുകഴ്ത്തി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ നീയാണല്ലോ എന്നെ സൃഷ്ടിച്ചത്, എൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പടച്ചോനെ നീയാണല്ലോ, നീ റഹ്മാനാണല്ലോ, നീ റഹീമാണല്ലോ, നീ കരുണയുള്ളവനാണല്ലോ, നീ കരുണ ചൊരിയുന്നവനാണല്ലോ, പടച്ചോനെ നീ എനിക്ക് കരുണ നൽകണമേ. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പ്രാർത്ഥിച്ച് ശീലിക്കേണ്ടത്. അപ്പോൾ നമ്മളെന്താ പറയേണ്ടത്? നേരായ പാതയിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ. ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന ചോദിക്കലാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് എന്താ പറയണത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എന്തേന്ന് അർത്ഥം? പെട്ടെന്ന് പറയാം. സിറാത്ത, ഞാനൊരു പാതയെ പടച്ചോനെ നിന്നോട് ചോദിച്ചല്ലോ, ഒരു പാതയിലേക്ക് നീ എന്നെ വഴി നടത്തണമേ എന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് ചോദിച്ചു. ഞാൻ ആവശ്യപ്പെടുന്ന പാത സിറാത്തല്ലദീന, ഒരു കൂട്ടരുടെ പാതയാണ്, ഒരു കൂട്ടരുടെ പാതയാണ്. അൻഅംത, ആ കൂട്ടരെ പടച്ചോനെ നീ അനുഗ്രഹിച്ചു. അൻഅംത, നീ അനുഗ്രഹിച്ചു അലൈഹിം, അവരുടെ മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പടച്ചോനെ നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതാരൊക്കെയാണ്? അമ്പിയാക്കളുടെ പാത, സിദ്ദീഖീങ്ങളുടെ പാത, ശുഹദാക്കളുടെ പാത, സ്വാലിഹീങ്ങളായ ഔലിയാക്കളുടെ പാത. ഈ പാതയാണ് പടച്ചോനെ എനിക്ക് ആവശ്യം. ഞാൻ ആ പാതയിലേക്ക് വഴി നടത്തണമേ എന്നാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പാതയിലേക്ക് പടച്ചോനെ നീ എന്നെ വഴി നടത്തണമേ. പിന്നെന്താ പറഞ്ഞത്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം, എന്തേന്ന് അർത്ഥം? ഗൈരിൽ മഗ്ദൂബി അലൈഹിം. മഗ്ദൂബ്, ഗളബ് പറഞ്ഞ എന്താ? കോപം. അൽ മഗ്ദൂബ്, ഗാലിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കുന്ന ആള്, മഗ്ദൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപിക്കപ്പെട്ട ആള്. മനസ്സിലായില്ലേ? അപ്പോൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈർ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, അല്ലാത്ത എന്നൊക്കെ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത 2 പാതകളുണ്ട്. ഞാൻ ചോദിച്ചത് പടച്ചോനെ പ്രവാചകന്മാരുടെ പാതയാണ്, ഔലിയാക്കളുടെ പാതയാണ്. ഇനി എനിക്ക് 2 പാതകൾ എനിക്കിഷ്ടമല്ല പടച്ചോനെ, അതിലേക്ക് പടച്ചോനെ നീ എന്നെ കൊണ്ടുപോകരുതേ എന്ന് റബ്ബിനോട് പറയാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, ഗൈർ അല്ലാത്ത, അൽ മഗ്ദൂബി അലൈഹിം കോപിക്കപ്പെട്ടവരുടേതല്ലാത്ത പാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയുന്നു? അറിവുണ്ട് പക്ഷേ അറിവനുസരിച്ച് ചെയ്തില്ല. ആരെയുന്നത്? പ്രധാനമായിട്ടും ജൂതന്മാരാണ്, ജൂതന്മാർ. അപ്പോൾ അങ്ങനെ അറിവുണ്ടായിട്ട് പടച്ചോനെ ഖുർആൻ പഠിച്ചിട്ട്, ഹദീസ് പഠിച്ചിട്ട്, സത്യം മനസ്സിലാക്കിയിട്ട്, നിസ്കാരം എങ്ങനെയാണ് എന്ന് പഠിച്ചിട്ട്, ഫാത്തിഹയുടെ അർത്ഥം പഠിച്ചിട്ട്, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ജീവിക്കുന്ന ആളുകളുടെ പാത പടച്ചോനെ എനിക്ക് വേണ്ട എന്നാണ് ഇപ്പം അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? അറിവുണ്ടായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാതെ ജീവിച്ച ജൂതന്മാരുടെ പാത പടച്ചോനെ എനിക്ക് ആവശ്യമില്ല. അതിലേക്ക് പടച്ചോനെ നീ എന്നെ വഴി നടത്തരുതേ. ഇനിയോ വലദ്ദാല്ലീൻ. എന്താ ബാല്? ഓന് ബാലും മുതില്ലുമാണെന്ന് പറയും. അവന് വഴി പഴച്ചവനും വഴി പഴപ്പിക്കണവനാണെന്ന് പറയും. മനസ്സിലായല്ലേ? ബാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി പിഴച്ചവൻ, ബാലീൻ വഴി പിഴച്ചവർ. അപ്പോൾ വഴി പിഴച്ചവരുടെ പാതയും കോപത്തിന് ഇരയായവരുടെ പാതയും പടച്ചോൻ എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ശുഹദാക്കളുടെയും പാതയാണ് പടച്ചോനെ. ആ പാതയിലേക്ക് നീ എന്നെ വഴി നടത്തണമേ. അപ്പം നമ്മൾ എന്തു പറയും? എന്താ ആമീൻ്റെ അർത്ഥം? ഞങ്ങളെ പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു എന്തു പറയുന്നറിയോ? വലി അബ്ദി മാ സഅൽ, എൻ്റെ അടിമ എന്താണോ ചോദിച്ചത് അത് ഞാനും അവനക്ക് കൊടുക്കുന്നറിയും. നമ്മൾ നിസ്കരിക്കുമ്പോൾ വിശ്വാസം പറഞ്ഞില്ലേ, നമ്മളൊരു ഫാത്തിഹയിൽ ഒരു ആയത്ത് ഓതുമ്പോൾ അള്ളാഹ് തിരിച്ച്
നമുക്ക് മറുപടി പറയുന്നറിയില്ലേ? ഹമിദനി അബ്ദി, അസ്ന അലയ്യ അബ്ദി, മജ്ജദനി അബ്ദി, ഹാദാ ബൈനി വബൈന അബ്ദി. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറയുന്നറിഞ്ഞില്ലേ? അപ്പോൾ അവസാനം നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറയാന്നറിയോ? എൻ്റെ അടിമതല്ലേ ചോദിച്ചത്, അത് ഞാൻ അവന് കൊടുക്കും. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിച്ചത്.